ഹായ്, പ്രിയപ്പെട്ടവരെ. ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരുമിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു വർഷത്തെ നീണ്ട പഠനമാണ് എന്താണ് മനസ്സ് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു പഠനം നടത്തിയിരുന്നു. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് മനസ്സുമായി ബന്ധപ്പെട്ട് മൈൻഡ് ട്യൂണിങ് എന്നൊരു പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. 30 ദിവസം. ഈ 30 ദിവസത്തിൽ നമ്മൾ 9 മണി മുതൽ 9:30 വരെ അരമണിക്കൂർ മാത്രം നമ്മൾ ഇരിക്കുന്നു. അതിൽ കിട്ടിയ പോയിന്റ്സുകൾ അല്ലെങ്കിൽ അന്നത്തെ ഓരോ ദിവസത്തെയും ടോപ്പിക്കുകളിൽ ഓരോ വർക്കുകൾ ഉണ്ടാവും. ആ വർക്ക് പറ്റുമെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ ചെയ്യും. എന്നാൽ ഇത് നിങ്ങളുടേതാക്കി മാറ്റണം. നിങ്ങളുടേതാക്കി മാറ്റണമെങ്കിൽ ഇതിന്റെ ഹോംവർക്കായി നിങ്ങളൊരു 10-20 മിനിറ്റ് ഒന്ന് ഇരിക്കാൻ പറ്റുമോ എന്ന് നോക്കണം. ഇത് ക്ലാസ് കഴിഞ്ഞ ശേഷം. അപ്പോൾ ഓരോ ക്ലാസ്സിലും കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്താൽ 30 ദിവസം കൊണ്ട് 100% ഇന്നത്തെ ആളിൽ നിന്നും മാറുന്ന ഒരാളായിരിക്കും. നമ്മൾ ജൂലൈ 1-നാണ് ക്ലാസ് ആരംഭിക്കുന്നത്. ക്ലാസ്സിൽ പല ആളുകൾക്കും ഈ കൃത്യസമയത്ത് വരാൻ കഴിഞ്ഞോണമെന്നില്ല. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് റെക്കോർഡിംഗ് ഉണ്ടാവും. നമ്മൾ ക്ലാസ് കഴിഞ്ഞ ശേഷം അന്നോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ രാവിലെയൊക്കെ ആയിട്ട് നമ്മൾ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വന്ന എല്ലാവരെയും ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യാം. ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ക്ലാസ് നിങ്ങളെക്കാൾ ആവശ്യം എനിക്കാണ്. അതായത് ഒരു പഠനം നമ്മൾ പഠിച്ചത് അത് സ്വന്തമാക്കി മാറ്റണമെങ്കിൽ ഒരാൾക്കെങ്കിലും പറഞ്ഞു കൊടുക്കണമല്ലോ. അപ്പോൾ അതിനാണ് ഞാൻ നിങ്ങളെയൊക്കെ നിർബന്ധിച്ച് വിളിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. പലരും എനിക്ക് പരിചിതരാണ്. പരിചയമില്ലാത്ത കുറച്ച് പേരെങ്ങാണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളൂ. അവര് വ്യക്തിപരമായി പരിചയപ്പെടുന്നത് ഒരുപക്ഷെ മനസ്സുമായുള്ള പഠനത്തിന് നിങ്ങൾ തയ്യാറാവാൻ നമ്മൾ തമ്മിലൊരു പരിചയം ഉണ്ടാകുന്നത് അത്യാവശ്യമാണ്. കാരണം മനസ്സ് എന്നതിനൊരു പ്രത്യേകത ഉണ്ട്. അത് പുതിയതൊന്നും പെട്ടെന്നൊന്നും സ്വീകരിക്കില്ല. പുതിയൊരാളെ പെട്ടെന്ന് സ്വീകരിക്കില്ല. അത് സ്വീകരിക്കണമെങ്കിൽ സമയമെടുക്കും. പടിപടിയായി മനസ്സിലാക്കിയെടുത്തിട്ടാണ് അത് ഉൾക്കൊള്ളുക എന്നർത്ഥം. അപ്പോൾ ഇതിൽ ഒരു രസകരമായ സംഭവം എന്ന് വെച്ചാൽ മനസ്സ് എങ്ങനെയെന്ന് പറയാം. മനസ്സിനെ പറയണമെങ്കിൽ ഒരു പുഴ പോലെ പറയാം. പുഴ പുഴ ഒഴുകുന്നത് മലമുകളിലായിരിക്കാം. ആ മലമുകളിൽ എന്ത് നല്ല നിർമ്മലമായ വെള്ളമായിരിക്കാം. അത് വളരെ ശുദ്ധമായ വെള്ളമായിരിക്കും. ഏതൊരാൾക്കും കുടിക്കാൻ പറ്റുന്ന വിധത്തിലായിരിക്കും അത്. ഏത് സമയത്തും ഇരുന്ന് കുടിക്കാൻ വളരെ സുരക്ഷിതമായ വെള്ളമാണ് ആ പുഴയൊഴുകുന്ന അല്ലെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്നുള്ള വെള്ളം. പിന്നെ അതിലിങ്ങനെ വരുന്ന വഴിയിൽ ഓരോ മലിനജലങ്ങൾ, ഓരോ ആളുകളും മനുഷ്യരൊക്കെ ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെ, കമ്പനികളിൽ നിന്നും പുറന്തള്ളുന്ന വേസ്റ്റുകൾ ഉൾപ്പെടെ, ജനങ്ങൾ വീടുകളിൽ നിന്നും പുറന്തള്ളുന്ന എല്ലാവിധ മാലിന്യങ്ങളും ഉൾപ്പെടെ, അങ്ങനെ മാലിന്യങ്ങൾ കലർന്ന് പുഴയങ്ങ് സമാപിക്കുന്ന അല്ലെങ്കിൽ കടലിലേക്ക് എത്തുമ്പോഴേക്കും ഇതിന്റെ ഒരു അവസ്ഥ ആകെ മാറിയിട്ടുണ്ടാവും. ഇത് തന്നെയാണ് നമ്മുടെ മനസ്സിന്റെയും അവസ്ഥ. നമ്മുടെ മനസ്സ് വളരെ ശാന്തവും ശുദ്ധവുമാണ്. പക്ഷേ നമുക്ക് നമ്മൾ ജീവിക്കുന്ന പരിസരങ്ങളിൽ നിന്നും കിട്ടിയ, കുടുംബത്തിൽ നിന്നാവാം, കൂട്ടുകാരിൽ നിന്നാവാം, നാട്ടുകാരിൽ നിന്നാവാം, അധ്യാപകരിൽ നിന്നാവാം, അങ്ങനെ അങ്ങനെ നമ്മൾ സഹവസിക്കുന്ന നാട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നും, ഇപ്പോ അതൊന്നും പറഞ്ഞാൽ പോരല്ലോ, നമ്മൾ കാണുക പോലും ചെയ്യാത്ത സോഷ്യൽ മീഡിയയിലെ ഫ്രണ്ട്സുകളിൽ നിന്ന് പോലും നമുക്ക് കിട്ടുന്ന കുറെ ഇൻഫർമേഷൻ, കുറെ അനുഭവങ്ങൾ. ഈ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാല് അതില് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ വാക്കില് അനുഭവം മാത്രമല്ല, കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതും രുചിക്കുന്നതും അങ്ങനെയുള്ള ഓരോ എക്സ്പീരിയൻസും ചേർന്നതെല്ലാം നമ്മുടെ ബ്രെയിനില് ഒരു സിസ്റ്റമായി മാറിയിട്ടുണ്ട്. ആ സിസ്റ്റമായി മാറിയത് കൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല. പലപ്പോഴും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാവും ഇത് ഇന്ന് ഇങ്ങനെ ചെയ്യണം, എന്നിട്ട് നടക്കില്ല. നമ്മൾ ആ നടക്കാതിരിക്കാനും പ്രോക്കാസ്റ്റിനേഷൻ, ഇന്നത്തെ സാധനം നാളേക്ക് നീട്ടി വെക്കുക, ഇന്ന് വേണ്ട നാളെ ചെയ്യാന്നെങ്കിലും അങ്ങനെ നാളേക്ക് മാറ്റി വെക്കുന്ന പല പ്രശ്നങ്ങളും, ഇതൊന്നും പരിഹാരങ്ങളാകുന്നില്ല. ഇങ്ങനെ ഈ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ വരാനും അല്ലെങ്കിൽ അത് നമ്മളെ കൊണ്ടേ പോകുന്ന കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ. അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തുന്ന കുറെ ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ മനസ്സ് എന്ന് വെച്ചാൽ ഈ പറയപ്പെട്ട ചിന്തകളാണ്. അപ്പൊ ഈ ചിന്തകൾ എന്ന് പറഞ്ഞത് നമുക്ക് നേരത്തെ കിട്ടിയ അനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കിട്ടിയതുമാണ്. അപ്പൊ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട കുട്ടിക്കാലം മുതലേ നമുക്ക് കിട്ടിയ ഓരോ ഇൻസിഡൻസും നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ അടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ബോധ മനസ്സിലേക്ക്
വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ വരുന്ന ചിന്തകൾ, അതാണ് നമ്മുടെ മനസ്സിന്റെ കൺട്രോൾ ഏറ്റെടുക്കുന്നത്. അപ്പോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ചിന്തകൾ നന്നാക്കി എടുക്കണം. പുതിയ പുതിയ ചിന്തകൾ കൊണ്ടുവരാൻ നമുക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിന് ജസ്റ്റ് ഒരു ട്യൂൺ ചെയ്യാം. ട്യൂൺ ചെയ്യാന്ന് പറഞ്ഞാല് നമ്മുടെ പഴയ കാലത്തെ റേഡിയോ, പുതിയ കാലത്തെ റേഡിയോ എന്ന് പറയാൻ പല ആളുകൾക്കും റേഡിയോ എന്ന് പറഞ്ഞാൽ തന്നെ പരിചയമില്ലാത്ത കാലങ്ങളാണ്. അതുപോലെ ഡിഷ് ആന്റിന, ഇതൊക്കെ ഒരു നിശ്ചിത സ്ഥലത്താണ്, ചില നിശ്ചിത ഫ്രീക്വൻസിയിലാണ് അവ പ്രക്ഷേപണം ചെയ്യുക. ഒരു ഉദാഹരണത്തിന് ദൂരദർശൻ ദൂരദർശന് ഇത്ര ആംബിയറിലാണ് അല്ലെങ്കിൽ ഇത്ര മെഗാ ഹെർട്സിലാണ് നമ്മൾ ചാനൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് നമ്മുടെ ഡിഷ് ആന്റിന ട്യൂൺ ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ റേഡിയോ ആണെങ്കിൽ റേഡിയോ അത് തിരിച്ചുകൊണ്ടിരിക്കണം. ഇപ്പൊ നമ്മളെ വാഹനത്തിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മള് ഇതില് ഒരു ഉദാഹരണം, ഒരു FM റേഡിയോ ആണെങ്കിൽ ആ FM റേഡിയോക്ക് ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പറിലേക്ക് നമ്മൾ എത്തണം. ആ ട്യൂൺ ചെയ്ത് എത്തുന്നത് വരേക്ക് നമുക്ക് അതിലുള്ള ശബ്ദം ക്ലിയർ ആയി കിട്ടില്ല. അപ്പോ ശബ്ദം ക്ലിയർ ആയി കിട്ടാൻ വേണ്ടി നമ്മളത് ട്യൂൺ ചെയ്യുന്നത് പോലെ നമുക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. കാരണം ഈ ലോകത്ത് നമ്മളെപ്പോലെ, എന്നെപ്പോലെ, നിങ്ങളെപ്പോലെ തുല്യമായ കഴിവുമായി ജനിച്ച ഒരാൾ പോലും ഇല്ല എന്നതാണ് സത്യം. അപ്പൊ പിന്നെ നമ്മൾ എന്തിനാ ഈ ലോകത്തേക്ക് അയച്ചത്? അതിനൊരു ദൗത്യമുണ്ട്, നമ്മൾ തിരിച്ചറിയേണ്ട ദൗത്യമുണ്ട്. പലപ്പോഴും നമ്മൾ ആ ദൗത്യം മറന്ന് ജീവിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് സ്വസ്ഥത കിട്ടാത്തത്. സ്വസ്ഥത നമുക്ക് വേണമോ? നമ്മുടെ ദൗത്യം നമ്മൾ തിരിച്ചറിഞ്ഞ് അതുകൊണ്ട് ജീവിക്കണം, അതിനു വേണ്ടി ജീവിക്കണം. കാരണം അതാണ് ഒരുപാട് ആളുകൾക്ക് അല്ലെങ്കിൽ ഒരുപാട് ജീവജാലങ്ങൾക്ക് നമ്മളെ കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നത്. അപ്പൊ ആ പ്രയോജനം ഉണ്ടാവുക എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ നമ്മളെ ഒന്ന് മാറ്റാൻ തയ്യാറാവണം. സോറി, നമ്മൾ തയ്യാറാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോൾ നമ്മൾ കണ്ടെത്തി അതിലേക്ക് നമ്മളെ നയിക്കുകയും അത് നമ്മൾ നിറവേറ്റുകയും ചെയ്യണം. പലപ്പോഴും നമ്മൾ എന്താ ചെയ്യാം? കുഴിമടിയൻ എന്ന് നമ്മളെ കുറിച്ച് പലരും പറയും. ഇപ്പോ ഒരു ഉദാഹരണത്തിന് ബൾബ് മാറ്റാൻ ഭർത്താവിനോട് ഭാര്യ നിർബന്ധിച്ച് പറയുന്നുണ്ടാവും. പലപ്പോഴും പറയുന്നുണ്ടാവും, ഭാര്യ അത് കേൾക്കുന്ന പോലും ഉണ്ടാവില്ല. അല്ല, ഭർത്താവ് അത് അനുസരിക്കുന്ന പോലും ഉണ്ടാവില്ല. കേൾക്കുന്നുണ്ടാവാം, ചെയ്യാം എന്ന് പറയും. അപ്പൊ ഒരു വഴി കേൾക്കുന്നു, അതുപോലെ മറുവഴി വിടുന്നു. ചെവിക്ക് അങ്ങനെ പ്രത്യേകത ഉണ്ടല്ലോ, ഒരു വഴി കേൾക്കാൻ മറ്റു വഴി പോകുന്നില്ലെങ്കിലും അങ്ങനെ നമുക്ക് പറയാലോ. ഈ വഴി കേട്ടു, ഈ വഴി വിട്ടു എന്ന് പറയുന്നത്, ഉള്ളിലേക്ക് എടുത്തില്ല, അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കി ചെയ്യുന്നില്ല എന്നതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചില കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നത്, കുടുംബത്തിന് കൊടുക്കുന്ന പ്രയോറിറ്റി അത്ര വലുതല്ല, അല്ലെങ്കിൽ വൈഫിന് കൊടുത്ത പ്രയോറിറ്റി ആ ഭർത്താവ് അത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ വൈഫിന് പല പല വാക്കുകളിൽപ്പെട്ട ഒരു വാക്കായി പ്രാധാന്യം കൊടുക്കാത്ത ഒരു വാക്കായി ഇദ്ദേഹം കാണുന്നു എന്നർത്ഥം. അപ്പോൾ നമ്മൾ ഇതുവരെ അനുവർത്തിച്ച ചില സിസ്റ്റങ്ങളിൽ ചെറിയൊരു ട്യൂണിങ് നടത്തിയാൽ നമ്മളെ കൊണ്ട് മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല. നമ്മളൊക്കെ പലപ്പോഴും ഞാൻ എന്ന അഹങ്കാരത്തിന്റെ അങ്ങനെ തന്നെയാണ്, അത് നമ്മളെ നശിപ്പിക്കുന്ന വാക്കാണ് അഹങ്കാരം എന്നത്, അല്ലെങ്കിൽ ഞാൻ എന്ന ചിന്ത. ആ ഞാൻ എന്ന ചിന്ത കാരണത്താൽ പലപ്പോഴും ചില ആളുകൾ ഉപദേശിക്കായിരിക്കും, ചില ആളുകളെ നന്നാക്കി എടുക്കാൻ, എന്നെക്കാൾ അയാൾ മെച്ചപ്പെടട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അയാൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും പലപ്പോഴും നമ്മൾ ചില ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ടാവുക. ഈ ഉപദേശം കേൾക്കുന്ന ആൾക്ക് അത് എത്രത്തോളം വളരെ വലിയ പ്രയാസമായിട്ടുണ്ടാകും എന്നറിയില്ല. അപ്പോ നമ്മൾ പറഞ്ഞ ഒരു വാക്ക് അയാൾക്ക് പ്രയാസമായോ ഇല്ലയോ എന്ന ചിന്ത പോലും നമ്മുടെ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെ വാക്കിൽ നിന്നും മറ്റൊരാൾ രക്ഷപ്പെടുക എന്നതും ഈ ചിന്തയുടെ വളരെ വാല്യൂ ഉള്ള ഒരു കാര്യമാണ്. ഞാൻ NLPയിൽ മാസ്റ്റർ ഒരു കാലത്ത് നടത്തിയിരുന്നു. മാസ്റ്റർ ട്രെയിനിങ് നടത്തുമ്പോൾ മറ്റൊരാളുടെ പ്രശ്നത്തിനെ പരിഹരിക്കാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ടെന്നും അവരിൽ അത് മാറ്റിക്കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയുമെന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അതിന്റെ പേരിലാണ് ഒരുപാട് NLP മാസ്റ്റർ ട്രെയിനിങ് നടത്തിയത്. അവസാനം നടത്തിയ ഒരു മാസ്റ്റർ ട്രെയിനിങ്ങിൽ എന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ചയുണ്ട്. അതായത് കൂടെയുള്ള പങ്കെടുക്കാൻ വേണ്ടി വന്ന ഒരാൾക്ക് ചെറിയൊരു കൊടുത്ത, അല്ലെങ്കിൽ ഒരു തെറാപ്പി ചെയ്യാൻ വേണ്ടി പോകുന്നതിനിടയിൽ ഉണ്ടായ ഒരു വാക്ക് അത് എന്നെ അസ്വസ്ഥപ്പെടുത്തുക എന്ന് പറയാൻ കാരണം അയാൾക്ക് അത് എത്രത്തോളം വേദനയായി എന്നത് പിന്നീട് ഞാൻ അറിയുമ്പോൾ എനിക്കുണ്ടാവുന്ന വേദന ഉണ്ടല്ലോ, ആ വേദനയോടുകൂടെ പിന്നെ ഞാൻ മനസ്സിലാക്കുന്നു, യെസ്, ഞാൻ എന്ന വ്യക്തി അങ്ങനെ ട്രെയിനിങ്ങിന്
അർഹനല്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഒരുപക്ഷെ ഞാൻ അതിൽ നിന്ന് പിൻവാങ്ങിയതും പിന്നെ മനസ്സിനെ കുറിച്ച് പഠിച്ച് തിരിച്ചു വരികയും ചെയ്യുന്നത്. അപ്പോ ഒരു കാലത്ത് നമുക്കുണ്ടാകുന്ന അറിവില്ലായ്മ, എന്നാൽ അതേ സമയത്ത് നമുക്കുണ്ടാകുന്ന അഹങ്കാരം, ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ഒരുപക്ഷെ മുറിവ് നമ്മളിൽ കൊണ്ട് ഉണ്ടായേക്കാം. ചില സാന്നിധ്യങ്ങൾ, ചില ആളുകളുടെ സംസാരത്തിനിടയിൽ നമ്മൾ കയറി ചെന്നാൽ മതി. അല്ലെങ്കിൽ ഒരാൾ ഫോണിൽ ജസ്റ്റ് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ ഫോണിൽ എന്തോ കണ്ടുകൊണ്ടിരിക്കുന്നിടയിൽ നമ്മൾ അവിടേക്ക് യാദൃശ്ചികമായി എത്തി. ആ എത്തിയാൽ പോലും അയാളുടെ മനസ്സിന് വലിയ അസ്വസ്ഥത ഉണ്ടാക്കാം. ഒരു ഉദാഹരണം, എന്റേതായ ഒരു റൂമിലേക്ക് ഞാൻ കയറി വരുന്നു. അപ്പൊ അവിടെ മറ്റൊരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. അയാൾ ഇരിക്കുന്നത് ഞാൻ കാണുന്നില്ല. അയാൾ ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ്, അല്ലെങ്കിൽ അവര് സ്വസ്ഥമായി സംസാരിക്കുന്നതിനിടയിൽ എന്റേതെന്ന് തോന്നുന്ന റൂമിലേക്ക് ഞാൻ കയറി ചെല്ലുന്നു. അപ്പോ എന്റെ സാന്നിധ്യം പോലും അയാൾക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എന്റെ ഉള്ളിൽ തന്നെ എനിക്കൊരു വേദന ഉണ്ടാവും. ഈ വേദനകളൊക്കെ കൂടി എന്നെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പൊ എന്റെ ജോലിയെ, എന്റെ ലക്ഷ്യത്തെ ഇതൊക്കെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ കൂടെ വന്ന കുറെ ആളുകളുണ്ട്. ഈ ആളുകളൊക്കെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ്. മലയാളം തന്നെയാണ് ഞാൻ സംസാരിക്കുന്നുണ്ടാവുക, എങ്കിലും മലപ്പുറം ടേസ്റ്റ് ഉണ്ടാവാം. ആ ടേസ്റ്റിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഏത് ക്ലാസ്സിന്റെ ഇടയിലും നിങ്ങൾക്ക് ഇതിനിടയിൽ സംസാരിക്കാവുന്നതാണ്. പരമാവധി നമ്മൾ റെക്കോർഡിംഗ് ആയത് ഈ ക്ലാസ്സിന്റെ ഇടയിലുള്ള സംസാരങ്ങൾ റെക്കോർഡിംഗ് ആയിരിക്കും. നിങ്ങൾക്കും ഇടപെടാവുന്നതാണ്. എന്നാൽ ക്ലാസ്സിന് ഉപകാരപ്പെടുന്ന സാധനങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡിംഗ് പ്രയാസമില്ല എങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. ക്ലാസ്സിൽ നിന്ന് സംസാരിച്ചു എന്ന് എഴുതിയിട്ട് നമുക്ക് യാതൊരു തടസ്സവും ഉണ്ടാകുന്നതല്ല എന്ന് അനുബന്ധമായി പറയാം. അപ്പൊ പറഞ്ഞു വന്നത്, നമുക്ക് ഉള്ളിലുള്ള ഒരു കുറ്റപ്പെടുത്തൽ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ സ്വസ്ഥത നമ്മുടേതാണ് നഷ്ടപ്പെടുക. അപ്പോൾ എങ്ങനെയൊക്കെ സ്വസ്ഥത നഷ്ടപ്പെടാന്ന് ചോദിച്ചാൽ, നമ്മുടെ സാന്നിധ്യം, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തികൾ, എന്തെല്ലാം നമ്മൾ കണ്ടത് കേട്ടത് ഇതൊക്കെ, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമ്മൾ പോയി പെട്ടത്, ഇതൊക്കെ പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ട്രാപ്പിൽ പെടുക എന്ന് പറയാലോ, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരു കുറ്റബോധമായി വന്നാൽ പിന്നെ നമുക്ക് ഇത് നമ്മളുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന സാധനങ്ങളാവും. അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്, മനസ്സ് എന്ന ഒരു വസ്തുവിനെ, അത് മനസ്സിൽ നോക്കിയാൽ കാണുന്ന സാധനമല്ല. തൊട്ടാൽ കാണുന്ന മൂക്ക് നമുക്ക് തൊട്ട് നോക്കാം, കൈ നമുക്ക് തൊട്ട് നോക്കാം, കണ്ണട തൊട്ട് നോക്കാം, ചെവി തൊട്ട് നോക്കാം, ശരീരത്തിലെ ഓരോ ഭാഗങ്ങൾ തൊട്ട് നോക്കാം. പക്ഷെ മനസ്സിനെ തൊട്ട് നോക്കാൻ കഴിയില്ലല്ലോ. ഒരു കമ്പ്യൂട്ടറിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫോണിന് നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഫോണിൽ നമുക്ക് തൊട്ട് നോക്കാൻ കഴിയും. പക്ഷെ ഫോണിലുള്ള സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയറിനെ നമുക്ക് തൊട്ട് നോക്കാൻ കഴിയില്ലല്ലോ. ഹാർഡ്വെയർ ആണെങ്കിൽ തൊട്ട് നോക്കാം. അപ്പൊ അതിലെ മൗസ് തൊട്ട് നോക്കാം, കീബോർഡ് തൊട്ട് നോക്കുന്നതിന് കുഴപ്പമില്ല. എന്നാൽ ഇതിലെ സോഫ്റ്റ്വെയർ ആയ, ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ സോഫ്റ്റ്വെയറുകളുടെ സാന്നിധ്യത്താലാണ് ആ സോഫ്റ്റ്വെയർ നമുക്ക് തൊട്ട് നോക്കാൻ കഴിയുന്നില്ല. ഇതേപോലെ തന്നെ മനസ്സിനെ തൊട്ട് നോക്കാൻ കഴിയില്ല, എന്നാൽ മനസ്സിനെ അനുഭവിച്ചറിയാം. അപ്പൊ നമ്മളെ മനസ്സിലേക്ക് ഇതുവരെ കിട്ടിയതൊക്കെ നമ്മുടെ പരിസരങ്ങളിൽ നിന്നും അവര് നമ്മളെ ഒരു ചട്ടക്കൂട്ടിൽ വളർത്താൻ ഉദ്ദേശിച്ചിരുന്നു. ഉദാഹരണം, മാതാവും പിതാവും. മാതാവിന്റെ സുരക്ഷിതത്വക്ക് വേണ്ടിയിട്ട് നമ്മൾ കരയാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, ശബ്ദമുണ്ടാക്കാൻ പാടില്ല. കാരണം അവർക്കൊക്കെ ഒരു നിശ്ചിത ആംബിയർ വോയിസേ കേൾക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മൾ കുട്ടികളാവുമ്പോൾ നമ്മൾ മാക്സിമം സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ കുട്ടികളെ, നമ്മളെ കുട്ടികളെ തന്നെ ശബ്ദത്തെ കൺട്രോൾ ചെയ്ത് ഒതുക്കി നിസ്സാരമായ ശബ്ദത്തെ കുറിച്ചാണ് പറഞ്ഞത്, ഒതുക്കിയതാണ്. അങ്ങനെ ഒതുക്കിയതാണ് നമ്മളൊക്കെ. ആ ഒതുക്കൽ അല്ലെങ്കിൽ കംപ്രസിങ് നമ്മുടെ ഒരുപാട് കാപ്പബിലിറ്റികളെ, കഴിവുകളെ ഒക്കെ പിന്നോട്ട് വലിച്ചിട്ടുണ്ട്. അപ്പൊ ആ പിന്നോട്ട് വലിച്ചതൊക്കെ ഒന്ന് റീട്യൂൺ ചെയ്താൽ അതിനേക്കാൾ, പഴയ കുട്ടിയേക്കാൾ ശക്തിയുള്ള, എനർജിയുള്ള, നമ്മളെ എന്തിനു വേണ്ടി നിയോഗിച്ചുവോ ആ നിയോഗത്തെ തിരിച്ചറിയുന്ന ഒരാളായിട്ട് നമുക്ക് മാറാൻ കഴിയും. അപ്പൊ ആ മാറുന്നതോടുകൂടെ തന്നെ നമ്മളിൽ വളരെ വലിയ മാറ്റം ഉണ്ടാവും. അപ്പോൾ ജൂലൈ 1 മുതലാണ് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നത്. ഇത് അതിനൊരു ഇൻട്രൊഡക്ഷൻ സെഷൻ മാത്രമാണ്. അപ്പൊ മൈൻഡ് ട്യൂൺ ചെയ്യുന്നതോടുകൂടെ 30 ദിവസത്തെ ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുക്കുകയും അതിനുശേഷം അതിന്റെ അനുബന്ധമായ ചില വർക്കുകൾ തരും, ഓരോ ക്ലാസ്സിലും ഉണ്ടാവും. ആ വർക്കുകളും നിങ്ങൾ ചെയ്തിട്ട് 30 ദിവസവും കഴിഞ്ഞിട്ട് ഒരു മാറ്റവും നിങ്ങളില്ല എന്ന് തോന്നിയാൽ, നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഫീസ് അടക്കേണ്ടതില്ല, നിർബന്ധമില്ല. ക്ലാസ് കഴിഞ്ഞിട്ട് ഫീസ് അടച്ചാലും മതി. അങ്ങനെ ഫ്രീഡം ഉള്ള ഒരു ക്ലാസ്സാണ് നമ്മുടേത്. കാരണം
1,50,000 രൂപയൊക്കെ ചെലവഴിച്ചിട്ടാണ് ഞാൻ, 1.5 എന്നല്ല, അതിനേക്കാൾ കൂടുതൽ, മിനിമമാണ് പറഞ്ഞത്, അതിനേക്കാൾ കൂടുതൽ ക്യാഷ് ചെലവഴിച്ചിട്ടാണ് NLP എന്ന കോഴ്സ് തന്നെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം വേറെയും കുറെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടാണ്, അതായത് ഇങ്ങനെയുള്ള ചില കോഴ്സുകളൊക്കെ ഇൻഡോർ ആയി AC ഹാളിലൊക്കെ വെച്ചിട്ടാണ് ക്ലാസ്സുകൾ നടത്താറുള്ളത്. കാരണം നിങ്ങളുടെ മനസ്സിനെ പിടിച്ച് മനസ്സിലൊരു മാറ്റം, പരിവർത്തനം വരുത്തണമെങ്കിൽ ഒന്ന് നിങ്ങൾ റെഡിനെസ് വരുത്തണം എന്നാ പറയാം, എന്നിലും. അപ്പൊ ആ റെഡിനെസ് എന്ന് പറഞ്ഞാൽ ഈഗർലി നമ്മൾ വെയിറ്റ് ചെയ്യണം, വളരെ ആർത്തിയോടെ, താല്പര്യത്തോടെ. കാരണം എൻ്റെ 1,00,000 രൂപയാണ് ഈ പോകുന്നത്, അല്ലെങ്കിൽ 10,000 രൂപയാണ് ഈ പോകുന്നത് കാണുമ്പോൾ നമ്മൾ ആ ക്ലാസ്സിൽ വളരെ ജാഗ്രതയോടെ ഇരിക്കും. ആ ജാഗ്രതയോടെ ഇരിക്കുമ്പോഴാണ് നമ്മളിൽ മാറ്റം വരുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക്, നിങ്ങൾ എങ്ങനെ ഇരുന്നാലും നമുക്ക് ആ ജാഗ്രത ഉണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നിങ്ങളെ കൂടെ ഇരിക്കുന്നു. ഒരു മാസം കഴിയുമ്പോഴേക്കും, ഇന്നത്തെ ഈ ജൂലൈ 28 മുതൽ നിങ്ങൾ ഈ ക്ലാസ്സിൽ തുടരുന്നതോടുകൂടെ തന്നെ നിങ്ങൾ മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ ഗ്യാരണ്ടി തരികയാണ്. അപ്പോൾ ഒരു മാറ്റവും എന്നിൽ ഉണ്ടായില്ല. എൻ്റെ ചിന്തകളൊക്കെ പഴയ പോലെ തന്നെയാണ്. എൻ്റെ സമയം പോയി, സമയം എന്നെ കൊണ്ട് തിരിച്ചറിയാൻ കഴിയില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളിലും മാറ്റമുണ്ടാകും, എന്നിലും മാറ്റമുണ്ടാകും. കാരണം ആ ഒരു രീതിയിലുള്ള വിശദമായ മൊഡ്യൂളുകളാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അത് 30 ദിവസത്തെയും, 30 അല്ല, അതിനപ്പുറത്തേക്കുണ്ട്. പിന്നെ ഹയർ സ്റ്റഡീസ് ഒക്കെ നമുക്ക് ചെയ്യണം. കാര്യം 30 ഒന്ന് തീർന്നു നോക്കാം. ആദ്യം നിങ്ങളിപ്പോൾ വന്ന ആളുകൾ ഇൻട്രൊഡക്ഷൻ സെഷൻ കണ്ട ശേഷം ഇനി കൂടെ ഉള്ള ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കേട്ട ശേഷം നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ച് കൃത്യമായൊരു ധാരണ ഉണ്ടാകും. ഇവിടെ ഇന്ന് സംസാരിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, മൈൻഡ്, നമ്മുടെ മനസ്സിനെ നമുക്ക് ടച്ച് ചെയ്യാൻ കഴിയില്ലെങ്കിലും, തൊടാൻ കഴിയില്ലെങ്കിലും, നമുക്ക് അതിനെ അനുഭവിക്കാനും കഴിയും. അതിനെ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യിക്കാനും കഴിയും. പലപ്പോഴും നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ പല ചിന്തകളും വരാറുണ്ട്. ആ വരുന്ന ചിന്തകളൊന്നും വെറുതെ ഉള്ളതല്ല. നമുക്ക് സ്വസ്ഥത നഷ്ടപ്പെടുത്തിയ കുറെ ചിന്തകളുണ്ട്. ആ സ്വസ്ഥത നഷ്ടപ്പെടുത്തിയ ചിന്തകൾ നമുക്ക് ആവശ്യമുള്ളതാണ്. നമുക്ക് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്ന വ്യക്തിയെ, നേരത്തെ പറഞ്ഞ വാക്ക് ഒന്നും കൂടെ ഉപയോഗിക്കും, നിങ്ങൾ എന്ന വ്യക്തിയെ ഈ പ്രപഞ്ചത്തിലേക്ക് അയച്ചതിന്, നിയോഗിച്ചതിന് ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം എന്നത് നിങ്ങളുടെ ഗോൾ, നിങ്ങളുടെ ലക്ഷ്യമാണ്. അപ്പൊ ആ ലക്ഷ്യത്തെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യും. എന്തിനു വേണ്ടി എന്നെ നിയോഗിച്ചു? അത് വല്ലാത്തൊരു ചോദ്യമാണ്. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്തകളെ നമ്മൾ ഒന്ന് നിരീക്ഷിക്കുക. എന്തൊക്കെ ചിന്തകളാണ് വരുന്നത്? വളരെ ഹൃദയം തൊട്ട് നിങ്ങൾ പറ, അല്ലെങ്കിൽ അറിഞ്ഞു നോക്കുക, ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ ചിന്ത എന്നത് ലോകത്ത് ആർക്കും വരാത്ത ചിന്തകളാണ്. പക്ഷെ നിങ്ങൾ ആ ചിന്ത ആരോടൊക്കെയോ ഷെയർ ചെയ്തു. ആ ഷെയർ ചെയ്ത് ആദ്യകാലത്ത് തന്നെ ഷെയർ ചെയ്തപ്പോൾ അവരെന്ത് ചെയ്തു? അതിനെ അടിച്ചമർത്തി. അതുകൊണ്ട് പുതിയതായി വന്ന ചിന്തകൾ പിന്നെ നിങ്ങൾ ആരോടും പറയാതായി. എന്ന് വെച്ചാൽ നിങ്ങളെ നിയോഗിച്ച നിയോഗത്തെ നിങ്ങളും ഞാനും തിരിച്ചറിയാതെ പോയി എന്നതാണ്. അപ്പോ നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട്. പക്ഷെ ആ കഴിവുകളൊന്നും നമ്മൾ കുട്ടിക്കാലത്ത് എടുത്തിട്ടില്ല. ഒരു ഉദാഹരണത്തിന് എൻ്റെ കഥ തന്നെ എടുക്കും. 6-ാം ക്ലാസ്സിൽ ഞാൻ സ്കൂളിൽ തോറ്റ ആളാണ്. സ്കൂളിൽ 6-ാം ക്ലാസ്സിൽ തോറ്റ ആളാണ്. സ്കൂളിൽ പോകൂല, ഒരാളെല്ലാം ജയിക്കുള്ളൂ. സ്കൂളിൽ പോകൂല എന്ന് പറഞ്ഞാൽ, സ്കൂളിൽ പോകുന്നില്ല എന്ന വിവരം എൻ്റെ വീട്ടിൽ അറിയിക്കുന്ന ആളെ കൊട്ടേഷൻ കൊടുത്തിട്ട്, അതായത് അന്ന് ഗോലി എന്ന് പറയുന്നത്, ഗോലി കളിക്കുക എന്നറിയാലോ, കൊട്ടിക്കളി എന്ന് പറയുന്നത് മലപ്പുറം സ്റ്റൈലിൽ. ഈ ഗോലി കളിക്കുന്ന കുട്ടികളുടെ കയ്യിൽ ഒരു ഗോലി എനിക്ക് കടമായി തന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഈ കളിയിൽ ഞാൻ വിദഗ്ധനായിരുന്നു. തിരിച്ച് ഞാൻ അങ്ങോട്ട് ഒരു ഗോലിക്ക് പകരം 2-3 ഗോലിയൊക്കെ തിരിച്ചു കൊടുക്കും. അപ്പൊ അതുകൊണ്ട് എനിക്കിത് വീട്ടിലേക്ക് കൊണ്ടുപോകാനും കഴിയില്ല. ഈ സാധനം കളിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ള ഗോലിയൊക്കെ ലാസ്റ്റ് എൻ്റെ കയ്യിൽ എത്തും. എന്നാൽ ഇത് തിരിച്ചു കൊണ്ടുപോകാനും കഴിയില്ല. ഒരു ദിവസം എന്നെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ വീട്ടിലെത്തുന്നില്ല, അല്ലാതെ സ്കൂളിൽ വരുന്നില്ല എന്ന് എൻ്റെ അയൽവാസി പറയുന്നുണ്ട് എന്നുള്ള വിവരം ഞാൻ അറിഞ്ഞു. ഇന്ന് സ്കൂൾക്ക് എത്തിയില്ലല്ലോ എന്ന് ഒരു ദിവസം ഉമ്മ ചോദിച്ചപ്പോഴാണ് ഇവനാണ് പറഞ്ഞ ആളെന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ അടുത്ത ദിവസം മുതൽ കളി കഴിഞ്ഞ ഈ ഗോലി ഇവർക്ക് സമ്മാനം കൊടുക്കുകയാണ്. 6-ാം ക്ലാസ്സിലെ സമ്മാനം. എന്താ സമ്മാനം? ഒരു അടി അവന് കൊടുത്താൽ 1 ഗോലി, 2 ഗോലി, 3 ഗോലി സമ്മാനമാണ്. അപ്പോൾ ഈ കുട്ടി സ്കൂൾ വിട്ട് പോകുമ്പോൾ കുറെ ചെക്കന്മാരെ വന്നിട്ട് ഇവനെ അടിക്കും. എന്തിനാണ് ഇവനെ അടിക്കണമെന്ന് അവർക്കും അറിയില്ല. ഇവരെ അടി കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഞാൻ 5 അടി കൊടുത്തു, 3 അടി കൊടുത്തു പറഞ്ഞാൽ ഈ ലാസ്റ്റ് ഗോലികളെല്ലാം ഇവർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോ ഒരു ദിവസം ഇവനത് കണ്ട് മനസ്സിലാക്കി എടുത്തു. താങ്ക് യു.
ഇത് ഇവൻ എന്ത് ചെയ്ത് നേരെ വീട്ടിൽ പോയിട്ട് പറയണ്ടായി, ഇന്ന ഇവന് ആളെ വിട്ട് തല്ലിക്കുന്നുണ്ട് എന്ന് വരെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നാട്ടിൽ നിർത്താൻ പറ്റുന്നില്ലെന്ന് മനസ്സിലാക്കി എന്നെ അനാഥാലയത്തിൽ, ഓർഫനേജിൽ കൊണ്ടുപോയി ആക്കി. ഞാൻ പറഞ്ഞു വന്നത് പഠിക്കാൻ കഴിയില്ല എന്നല്ല, എല്ലാ കഴിവും നമ്മളുണ്ടെങ്കിലും ഈ കഴിവൊന്നും പഠിക്കുന്ന നിലയിൽ നമ്മൾ ഉപയോഗിച്ചവരല്ല. എന്നെ പോലെ നിങ്ങളും ഏതോ ഒരു ക്ലാസ്സിലായിരിക്കും, ഏതോ ഒരു ടീച്ചറെ കിട്ടിയപ്പോഴായിരിക്കും നമ്മളൊക്കെ മാറിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ മലയാളം പഠിച്ചവരാണ്. മലയാളം നമ്മൾ പഠിക്കാൻ കഴിയാന്ന് പറഞ്ഞത് 1.5 വയസ്സിൽ നമ്മൾ എന്തൊക്കെയോ അക്ഷരങ്ങൾ സംസാരിച്ചവരാണ്. അപ്പോ എന്നാൽ 56 അക്ഷരവും കൂട്ടക്ഷരവും ചില്ലക്ഷരവും ഒക്കെ ഉള്ള ഈ മലയാളത്തെ നന്നായി സംസാരിക്കാൻ നമുക്ക് കഴിഞ്ഞു എങ്കിൽ തിരിച്ചറിയാം എന്ത്, യെസ്, നല്ല ബുദ്ധിയും നല്ല കപ്പാസിറ്റി ഉള്ള ആളാണ് ഞാൻ. പക്ഷെ എന്നിട്ടും ഞാൻ എൻ്റെ ടൈം എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു? നിങ്ങളുടെ കയ്യിലൊക്കെ ഫോൺ ഉണ്ടാവും. ആ ഫോണിലെ സെറ്റിങ്സിലും കയറിയിട്ട് നിങ്ങളുടെ ഇന്നത്തെ ഫോണിന്റെ സ്ക്രീൻ ടൈം എന്തിനൊക്കെയാണ് ഉപയോഗിച്ചു, ഏതൊക്കെ ആപ്പുകളാണ് നിങ്ങളുടെ സമയത്തെ കവർന്നെടുത്തു എന്നൊന്ന് നോക്കുക. ഇപ്പോ നിങ്ങൾ ഏറ്റവും നല്ല ഒരു പഠനത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുകയാണ്. നിങ്ങളെ പഠനം എന്ന് പറഞ്ഞാൽ എല്ലാ പഠനം പോലുള്ള പഠനമല്ല. എന്നെ ഞാൻ അറിഞ്ഞാൽ ഞാൻ എൻ്റെ സൃഷ്ടാവിനെ അറിഞ്ഞു എന്നാണ്. അറബിയിൽ എങ്ങനെ പറയും നമുക്കത്? ആരാ പറയണേ? ആരെങ്കിലും ആള് പറഞ്ഞോളി. 10-27 പേരുണ്ടല്ലോ. من عرف نفسه عرف ربه. ആ ഡോക്ടർ ഷിഹാബ് ഡോക്ടർ, താങ്ക് യു. ഞാൻ എന്നെ അറിഞ്ഞാൽ, എന്റെ ശരീരത്തെ ഞാൻ അറിഞ്ഞാൽ ഞാൻ എൻ്റെ റബ്ബിനെ അറിഞ്ഞു എന്നുള്ളതാണ് അറബി പ്രയോഗമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ പ്രയോഗം ഹദീസല്ലേ ഡോക്ടറെ? ഹദീസാണോ അതോ അർത്ഥമൊക്കെയാണോ? എന്തോ എനിക്ക് ഏതായാലും കൃത്യമായി അറിയില്ല. ഏതായാലും നമ്മൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, അറബിയിലെ ഒരു പ്രധാനപ്പെട്ട ചൊല്ലായിട്ട് അതിനെ എടുക്കാം. ആര് പറഞ്ഞതിൽ കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് കൂടെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാവുന്നതാണ്. കണ്ണൂരിലുള്ള തനീസ് ഉണ്ട്, പറയണോ? ഏതായാലും നമുക്കത് നാളെ ഗ്രൂപ്പിൽ കൃത്യമാക്കിയിട്ട് പറയാം. ഏതായാലും ഇത്രയാണ് കൃത്യമായി മനസ്സിലാക്കുന്നത്. എന്നെ ഞാൻ അറിയാൻ ഒരുങ്ങുക എന്നതാണ് ഏറ്റവും വാല്യൂ ഉള്ളത്. അതിൽ ഞാൻ എന്ന വ്യക്തി എവിടെയാ കിടക്കണമെന്ന് ചോദിച്ചാൽ ഈ പറയപ്പെട്ട മനസ്സിലാണ്. അപ്പൊ ആ മനസ്സ് എവിടെയാന്ന് ചോദിച്ചാൽ എന്റെ ചിന്തയിലാണ്. അപ്പൊ ഞാൻ എവിടെയാണ് ഇടപെടേണ്ടത്? എന്റെ വാക്കിനെ, എന്റെ പ്രവൃത്തിയെ നന്നാക്കണം. എന്റെ പ്രവൃത്തിയെ നന്നാക്കണം, എന്റെ വാക്കിനെ നന്നാക്കണം. എങ്കിൽ ഞാൻ നന്നാക്കേണ്ടത് എന്റെ ചിന്തകളെയാണ്. എന്റെ ചിന്തകളെ നന്നാവണമെങ്കിൽ യെസ്, ഞാൻ അതിലേക്ക് കൊടുക്കുന്നതും നല്ലതായിരിക്കണം. അപ്പൊ എന്റെ ചിന്ത നന്നാവും, എന്റെ മനസ്സ് നന്നാവും. പലപ്പോഴും നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നവരാണ്. എന്നാൽ ഈ ക്ലാസ് കഴിയുമ്പോൾ, ഒരു നിശ്ചിത ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴേക്കും ഉറങ്ങണമെന്ന് കരുതുന്ന നിമിഷം മുതൽ നിങ്ങൾക്ക് ഉറങ്ങാം. കാരണം മനസ്സിനെ ശാന്തമാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ക്ലാസ്സിൽ വരാൻ പോകുന്ന മൊഡ്യൂളുകൾ വേണമെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഒരു മിനിറ്റ്. നിങ്ങൾക്കൊന്നും പരിചയപ്പെടേണ്ട സമയമുണ്ട്, പക്ഷെ നമുക്ക് ഗ്രൂപ്പിൽ പരിചയപ്പെടാമെന്ന് തോന്നുന്നു. അതായത് നമുക്ക് ഈ അരമണിക്കൂറിന് വാല്യൂ ചെയ്യണ്ടേ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല. എത്ര സമയം പെട്ടെന്ന് പോകണമെന്ന് അറിയോ? 24 മിനിറ്റ് ആയി. ഇനി ആകെ 6 മിനിറ്റേ സമയം ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് 30 ദിവസത്തെ കോഴ്സിനെ മാത്രം ഒന്ന് പരിചയപ്പെടുത്തുന്നു. ഓക്കെ, കോഴ്സ് മുഴുവനില്ല, അതിലെ മൊഡ്യൂളുകൾ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നു, എന്തൊക്കെയാണ് വരാൻ പോകുന്നു എന്നറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, കാണുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്ന് പറയണേ. കാണുന്നുണ്ട്. ഓക്കെ. മുപ്പത് ദിവസത്തെ കോഴ്സിൽ എന്താണ് ലക്ഷ്യം എന്ന് വെച്ചാൽ ഒന്ന് ഇത് തന്നെയാണ്, സെൽഫ് അവയർനെസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മുടെ ഈ വൈകാരികമായ കുറെ പ്രശ്നങ്ങൾ നമുക്കുണ്ട്, അതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പഠിക്കുക എന്നുള്ളത് തന്നെ. മറ്റൊന്ന് ഒബ്ജക്റ്റീവാണ് പറയുന്നത്. ഇതിൽ മറ്റൊന്ന് നമ്മൾ പോസിറ്റീവായി തിങ്ക് ചെയ്യുന്ന ഒരു സ്വഭാവത്തെ വളർത്തിയെടുക്കുക. മറ്റൊന്ന്, നമുക്ക് പലപ്പോഴും എന്തിനെയാണോ ഫോക്കസ് ചെയ്യേണ്ടത് നമുക്കറിയില്ല. ഉദാഹരണം, നമുക്കൊരു അത്യാവശ്യ കാര്യം മെസ്സേജ് അയക്കാനുണ്ടെങ്കിൽ പോലും നമ്മൾ ആ വാട്സപ്പിൽ ഒന്ന് ഓപ്പൺ ആക്കി പിന്നെ വേറെ ഒന്നിലേക്ക് നോക്കി വേറെ ആളുടെ മെസ്സേജ് കൊടുത്ത്
എന്തിനു വന്നോ എന്നതുപോലെ നമുക്ക് അറിയാത്തൊരു ഫീലിംഗ് ഉണ്ടാവും. അതൊക്കെ മാറ്റി ഫോക്കസ് ചെയ്ത് ജീവിക്കാൻ നമ്മൾ പരിശീലിക്കാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു മൈൻഡ് സെറ്റ്, മാറ്റമുള്ള കൃത്യമായ ഒരു മൈൻഡ് സെറ്റിന് ഉടമയാവാൻ നമ്മൾ പോവുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ആഴ്ചയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മൈൻഡ് ട്യൂണിങ്ങിന്റെ ഇൻട്രൊഡക്ഷൻ ആയിരിക്കും നാളെ ഫസ്റ്റ് ഡേയിൽ ഉണ്ടാവുക. ഇന്നല്ല, ഇന്ന് നമ്മൾ ഈ വരാൻ പോകുന്ന ഈ വിഷയങ്ങൾ പറയാണ്. അപ്പൊ അന്നേ ദിവസം ഒന്നാമത്തെ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുക. അപ്പൊ എന്താണ് മൈൻഡ് ട്യൂണിങ് എന്താണ് എന്ന കൃത്യമായുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. അപ്പൊ അത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് വർക്ക് നിങ്ങൾക്ക് ഉണ്ടാവും. എന്തെങ്കിലും ഒരു റൈറ്റ് 3 things you want to improve. നമുക്ക് വളരണമല്ലോ, ആ വളരാൻ വേണ്ടത് എന്തൊക്കെയാണെന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു എഴുത്ത് നിങ്ങൾ എഴുതാം. ഇതൊന്നും ഷെയർ ചെയ്യേണ്ടതില്ല, നിങ്ങൾക്കറിഞ്ഞാൽ മതി. കാരണം നമ്മുടെ കൂടെയുള്ള 10-50 പേരുണ്ട്, ഈ 50-ലധികം പേരുണ്ട്. 50 പേര് റൗണ്ട് ചെയ്യുന്നു. 50 പേർക്കും വ്യത്യസ്തമായ ആശയങ്ങളാണ് ഉണ്ടാവുക, ആഗ്രഹങ്ങളാണ് ഉണ്ടാവുക. ഈ ആഗ്രഹങ്ങളൊക്കെ നിങ്ങളെ കയ്യിൽ വെച്ചാൽ മതി. 30 ദിവസത്തിന് മുമ്പായിട്ട് നമുക്കത് കയ്യിൽ പിടിക്കണം, ഒതുക്കണം. രണ്ടാമത്തെ ദിവസം നമുക്ക് സെൽഫ് അവയർനെസ് ആണ്. അതിൽ നമുക്ക് ചെയ്യാനുണ്ടാവുക യെസ്, എന്താണ് ഇന്ന് എനിക്ക് സർപ്രൈസ് ലഭിച്ചു എന്നത്. അങ്ങനെ ഓരോ വിഷയത്തിൽ ഓരോ ഉദാഹരണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലും നമ്മൾ അവെയർ ആയിട്ട് കഴിക്കാറില്ല. കാരണം ഫോണിൽ നോക്കി വാർത്ത കേട്ട് പന്തല് കണ്ട് ഇതൊക്കെ ആയിരിക്കും നമ്മളുടെ മക്കളൊക്കെ. അല്ലെങ്കിൽ മക്കളൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ചെറിയ കുഞ്ഞിനാണെങ്കിലും ഫോൺ വെച്ചു കൊടുത്തിട്ടൊക്കെ ആയിരിക്കും ചില രക്ഷിതാക്കൾ, നമ്മളല്ല കേട്ടോ, ചില രക്ഷിതാക്കൾ ഭക്ഷണം കൊടുക്കുന്നില്ല. കുട്ടിക്ക് ആ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് പോലും അറിയുന്നുണ്ടാവില്ല. അപ്പോ സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് മാത്രമല്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ നമുക്കൊരു ഓട്ടപ്രദക്ഷിണം നടത്താനേ ഉണ്ടാവുള്ളൂ. മൂന്നാമത്തെ ദിവസം നമ്മൾ തോട്ടിന്റെ പവർ തിരിച്ചറിയും. ഓരോ ചിന്തന്റെയും പവർ അത് നമ്മൾ തിരിച്ചറിയും. അതിനുമായിട്ട് ബന്ധപ്പെട്ട ഹോംവർക്ക് ഉണ്ടാവും. ഓരോ ദിവസവും ഹോംവർക്കുമാണ് താഴെ കൊടുത്തിട്ടുള്ള ഹെഡിങ്ങും ഹോംവർക്കും മാത്രമാണ്. അപ്പോൾ ഓരോ ദിവസവും ഹോംവർക്ക് ഉണ്ടെന്ന് തിരിച്ചറിയാം. കാരണം അരമണിക്കൂർ കൊണ്ട് നമുക്കൊന്നും ആവില്ല. ഒരു സബ്ജക്റ്റിനെ നിങ്ങളെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ മാത്രമേ ഈ അരമണിക്കൂർ പറ്റൂ. അപ്പോൾ ആ അരമണിക്കൂർ കൊണ്ട് സബ്ജക്റ്റ് പ്രസന്റ് ചെയ്യും. പക്ഷെ നിങ്ങളുടേതാക്കി ഇത് മാറ്റണമെങ്കിൽ നിങ്ങൾ ഇതിൽ വർക്ക് ചെയ്യണം. അപ്പോഴേ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് റിസൾട്ട് കിട്ടും, ഞാൻ ഇതിമേ വർക്ക് ചെയ്തു, ആദ്യമേ വർക്ക് ചെയ്തു, അതിന്റെ റിസൾട്ട് ഞാൻ അനുഭവിച്ചു, എന്നിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാനിത് പ്രസന്റ് ചെയ്യണത്. ഇതേപോലെ നിങ്ങൾക്കിത് മറ്റൊരാളെ മുന്നിൽ പ്രസന്റ് ചെയ്യാനുള്ളതാണെന്ന ധാരണയോടുകൂടെ അല്ല, ആദ്യം നിങ്ങൾക്ക് നിങ്ങളെ അറിയാനുള്ള ധാരണയോടുകൂടെ നിങ്ങൾ ഇതിൽ ഇടപെടുക. അതുപോലെ തന്നെ നാലാമത്തെ ദിവസം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഇമോഷൻസിനെ തിരിച്ചറിയലാണ്. പലപ്പോഴും നമുക്ക് സങ്കടങ്ങൾ വരുന്നുണ്ട്, ദേഷ്യം വരുന്നുണ്ടാവും. ഈ ദേഷ്യം വരുന്ന സമയത്തൊക്കെ നമ്മൾ എന്തൊക്കെയാ ചെയ്തിട്ടുണ്ടാവുക, 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, സങ്കടത്തിലേക്ക് വരും. ദേഷ്യത്തിന് ശേഷം സങ്കടം വരുന്നുണ്ടാവും. അങ്ങനെ നമ്മുടെ വൈകാരിക തലങ്ങളെ കൺട്രോൾ ചെയ്യാൻ, ദേഷ്യം സങ്കടം മാത്രമല്ല, വേറെ കുറെ ഇമോഷൻസ് ഉണ്ട്, അതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പഠിക്കും. 5-ാം ദിവസം ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ വളരാൻ പോവുകയാണ്. മൈൻഡ് സെറ്റ് വ്യത്യസ്തമായ ഉയർച്ചയിലേക്ക് പോകുന്ന മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ മാറുകയാണ്. ഒരു ബിസിനസ്സുകാരൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ യെസ്, നമുക്കത് അതിന് ചവിട്ടി പുറത്തേക്ക് ഇടണം. അതേപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡിനെ പ്രാക്ടീസ് ചെയ്താണ്. പലപ്പോഴും മലയാളികളായ നമ്മളൊക്കെ ഒരു നല്ലത് കിട്ടിയാൽ നല്ലതെന്ന് പറയാൻ അറിയാത്തവരാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തോട് പോലും നമ്മൾ, പ്രപഞ്ച സൃഷ്ടാവിനോട് പോലും നമ്മൾ നന്ദി പറയുന്ന കാര്യത്തിൽ വളരെ മടിയനാണ്. അപ്പൊ മടി, ഈ വിഷയത്തിലെ മടി നമ്മളൊക്കെ വല്ലാതെ ബാധിച്ചിട്ടുണ്ടാവും. 9:29 ആയതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ മൊഡ്യൂളിനെ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഈ കൃത്യസമയം 9 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, 9:30 നമ്മൾ നിർത്തും. അരമണിക്കൂർ സമയത്തിന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരുക്കമാണോ, നിങ്ങൾ വന്നോ. നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ല, ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ വന്നോളൂ. കാരണം ക്യാഷ് ഒക്കെ നമുക്ക് വഴിയെ ഉണ്ടാക്കാം. നിങ്ങൾ അത് ലിസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി, പിന്നീട് നമുക്ക് കൊടുക്കാം. അപ്പോൾ വലിയൊരു ബാധ്യതയുള്ള കോഴ്സ് അല്ല, എന്നാൽ വളരെയധികം വാല്യൂ ഉള്ള ഒരു കോഴ്സാണ് നിങ്ങളെ മുന്നിൽ ഞാൻ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇനി മുന്നോട്ട് കുതിക്കാം. അപ്പോൾ 9:30 ആയതുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട്, ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട്, ആർക്കും സംസാരിക്കാൻ സമയം പോലും തരാതെ ഞാൻ നിർത്തുകയാണ്. ക്ലാസ് എങ്ങനെ ഉണ്ടായെന്ന് ഗ്രൂപ്പിൽ അറിയിച്ചാൽ മതി. ഗ്രൂപ്പ് നിങ്ങൾക്ക് ഓപ്പൺ ആണ്, പറയാനുള്ളത് അവിടെ പറയണം.